ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ഇത്തരത്തിലുള്ള ശ്രീമന്നാരായണീയത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചു തുടങ്ങിയിട്ട് ഇന്ന് 143 ദിവസം. ശ്രീമന്നാരായണീയം 14 ദശകത്തിൽ 5 ശ്ലോകമാണ് ഇന്ന് നാം വിചാരം ചെയ്യുന്നത്. കപിലാവതാരം. അതിൽ ആദ്യം ശ്ലോകം, പിന്നീട് അതിൻ്റെ അർത്ഥം, അതിനുശേഷം വീണ്ടും ശ്ലോകം ചൊല്ലി ഭാഷാഗാനമായ നിഴൽ നാരായണീയമായിരിക്കുന്ന ശ്രീഹരിയം പാടി നമുക്ക് സമർപ്പിക്കാം. സമനു ശതരൂപയാ മഹിഷ്യാ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യാ ഭവദീരിത നാരദോപദിഷ്ട സമഗാൽ കർദമമാഗതി പ്രതീക്ഷം. ഭവദീരിത നാരദോപദിഷ്ട സ മനു ശതരൂപയാ മഹിഷ്യാ ഗുണവത്യാ ദേവഹൂത്യാ സുതയാ ച ആഗതി പ്രതീക്ഷം കർദമം സമഗാൽ. ഭവദീരിത നാരദോപദിഷ്ട. അങ്ങയാൽ, ഗുരുവായൂരപ്പ, അങ്ങയാൽ പ്രേരിതനായ നാരദൻ, ആ നാരദ മഹർഷി ഉപദിഷ്ട, നാരദ മഹർഷി ഉപദേശിച്ചതനുസരിച്ച്
സ മനു, ആ മനു, ആ സ്വയംഭൂ മനു, സ്വയംഭൂവായ ബ്രഹ്മാവിൽ നിന്നുണ്ടായ, അതുകൊണ്ട് സ്വയംഭുവൻ എന്നറിയപ്പെടുന്ന ആ മനു ശതരൂപയാ മഹിഷ്യ, ശതരൂപ എന്ന തൻ്റെ പത്നിയോടുകൂടി, പട്ടമഹിഷിയോടുകൂടി, ഗുണവത്യാ ദേവഹൂത്യ സുതയാച്ച, ഗുണവതിയായ, ഗുണവത്യാ ദേവഹൂത്യ, പട്ടേരിപ്പാടിൻ്റെ ഭാഷയിലുള്ള ആ പ്രത്യേകത നമുക്കിവിടെ കാണാൻ സാധിക്കും. ഗുണവതിയായ ദേവഹൂതി എന്ന മകളോടുകൂടി ആഗതി പ്രതീക്ഷം കർദമം സമകാൽ, വരവ് കാത്തിരിക്കുന്ന കർദമൻ്റെ അടുത്തേക്ക് വന്നു ചേർന്നു. ഭഗവാൻ കർദമ പ്രജാപതിയുടെ അടുത്ത് പറഞ്ഞു, അല്ലേ, ഞാൻ അങ്ങയുടെ പുത്രഭാവത്തിൽ അവതരിക്കും, ദേവഹൂതി എന്ന മനുപുത്രിയെ അങ്ങ് വിവാഹം ചെയ്യണം. ആ മനു പട്ടമഹിഷിയായ ശതരൂപയോടും മധ്യമപുത്രിയായ ദേവഹൂതിയോടും കൂടി അവിടേക്കെത്തും. അപ്പോൾ ഉത്താനപാദൻ്റെയും അതേപോലെ പ്രിയവ്രതൻ്റെയും സഹോദരി ആകൂതി, ദേവഹൂതി, പ്രസൂതി എന്നിങ്ങനെ 3 പെൺകുട്ടികളാണ് മനുവിനുള്ളത്. അതിൽ ദേവഹൂതിയോടുകൂടി അങ്ങയുടെ അടുത്തേക്ക് വരും, ആ ദേവഹൂതിയെ വിവാഹം ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് കാത്തിരിക്കണത്, അല്ലേ? ആഗതി പ്രതീക്ഷം കർദമം, ഇവർ വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന കർദമൻ്റെ അടുത്തേക്ക് അവർ വന്നു എന്ന് പറയുന്നു. ഒരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലി നമുക്ക് ഭാഷാഗാനമായ ശ്രീഹരിയത്തിലേക്ക് കടക്കാം. സമനു ശതരൂപയാ മഹിഷ്യ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യ ഭവദീരിത നാരദോപദിഷ്ട സമഗാൽ കർദമമാഗതി പ്രതീക്ഷം. നാരായണ 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 കപിലമൂർത്തേ. നാരദ മാമുനീന്ദ്രൻ്റെ പ്രേരണയാൽ മനു തൻ്റെ ശതരൂപ എന്ന പട്ടമഹിഷിക്കൊപ്പം ദേവഹൂതി എന്ന തൻ്റെ മകളുമായി സസന്തോഷം കർദമൻ്റെ സവിധത്തിൽ വന്നു ചേർന്നല്ലോ. നാരായണ 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 കപിലമൂർത്തേ. നാരായണ നാരായണ കപിലമൂർത്തേ. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.